ഇനി നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഈ കേട്ട വളരെ പ്രധാനപ്പെട്ട ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന്, അതായത് സുധാകരനെതിരെ കൂടുപാത്ര പ്രയോഗം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം സുധാകരൻ്റെ വീട്ടിൽ നിന്നും ഈ കൂടോത്രത്തിൻ്റെ തകിടുകളും ചില രൂപങ്ങളുമൊക്കെ കണ്ടെത്തിയതായി ദൃശ്യങ്ങൾ വന്നു. 1.5 വർഷം മുമ്പാണ് ഈ ദൃശ്യങ്ങൾ സംഭവം ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തേക്ക് വന്നത്. അപ്പോൾ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് ഈ ആധുനിക കാലഘട്ടങ്ങളിൽ, ഈ ശാസ്ത്രം പുരോഗമിച്ച കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരും. സുധാകരൻ അതേസമയം രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം പ്രകടിപ്പിക്കുന്നു. ഉണ്ണിത്താനും പറയുന്നു കൂടോത്രത്തെ വിശ്വസിക്കണം, രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? നമുക്ക് ആ വിഷയത്തിലേക്കാണ് ചർച്ച കടന്നു പോകുന്നത്. സുധാകരനെതിരെ കൂടോത്ര പ്രയോഗമുണ്ടോ? ഇതാണ് വിഷയം. ഇതിലാദ്യം നമുക്ക് ഇന്നലത്തെ ആ ദൃശ്യങ്ങളൊന്ന് കാണാം. കാലിന് വെള്ളം കുറയോ അങ്ങനെയൊക്കെ ആയിരുന്നു. കാലിന് വെള്ളം കുറവുണ്ടായിരുന്നു. പിന്നെ കാല് രണ്ടെണ്ണം ചെയ്തിട്ടേക്കുന്നുണ്ട്. രണ്ട് കാല് പോയി. ഇത് സീരിയസ് ആണ്. തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക് ഇന്ന് രാവിലെ വരെ പറഞ്ഞിട്ട് സത്യം. ആസ്പത്രിയിൽ പോയപ്പോ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറെ ചോദിച്ചപ്പോ എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കൊരു ഭാരമുണ്ട്, തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക, ഒന്നും ബാക്കി എന്നിട്ട് ഞാനിങ്ങനെ നിന്നത് അത്ഭുതം. ഞാൻ ഇതിനടുത്ത് പറഞ്ഞു ഉള്ളിക്ക് ഒരു പൂല്ല. ഇപ്പൊ നിങ്ങളെ കൊണ്ടാണ് ഈ പാർട്ടി വർണ്ണമായി തീർന്നില്ലേ? തെയ്യമാണ്. തെയ്യം ഈ ഒരു സാധനം മാത്രമല്ല. ഈ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ ചിരി വരുന്നുണ്ട്. കാരണം ജനപ്രതിനിധികളാണ് പറയുന്നത് കൂടോത്രം വെച്ച ശേഷം ബലഹീനത അനുഭവപ്പെടുന്നു, കാലിനൊക്കെ തന്നെ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യമെന്ന് KPC അധ്യക്ഷനൊക്കെ പറയുകയാണ്. അതായത് ചില തകിടുകളും രൂപങ്ങളും ഒക്കെ തന്നെ കിട്ടിയപ്പോൾ. എന്തായാലും ഈ വിഷയത്തിൽ സുധാകരനെതിരെ കൂടുപത്രം എന്ന സംഭവത്തിൽ പ്രതികരിക്കാതെ ഉണ്ണിത്താൻ എന്ന രംഗത്ത് പ്രതികരിച്ചില്ല അദ്ദേഹം. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ ഉണ്ണിത്താൻ്റെയും സുധാകരൻ്റെയും ഒക്കെ തന്നെ ശബ്ദവും ദൃശ്യങ്ങളും ഒക്കെ കേട്ടപ്പോഴാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ ഈ വിഷയം ചോദിച്ചത്. അതിൽ ഉണ്ണിത്താൻ്റെ മറുപടി ഒന്ന് കേൾക്കാം. ഇന്നത്തെ അതാരാണ് നിങ്ങൾക്ക് തന്നെന്ന് പറഞ്ഞാൽ ഞാൻ സകല കാര്യവും വിശദീകരിക്കാം. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. ഈ സംഭവത്തിൽ നമുക്ക് ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ സനൽ ഇടമറുക് യുക്തിവാദി സംഘത്തിന്റെ പ്രതിനിധി, VR അനൂപ് കോൺഗ്രസ് നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീ സനൽ ഇടമറുക്, കാരണം ഈ സംഭവം ഉണ്ടായപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം, ശരാശരി മലയാളിയെ സംബന്ധിച്ചോളം വലിയ അത്ഭുതമാണ് തോന്നിയത്. കാരണം ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആ ദൃശ്യങ്ങളിലുള്ളത് കേരളത്തിലെ ഒരു ശരാശരി വിദ്യാഭ്യാസ കുറവോ അല്ലെ അജ്ഞതയോ ഉള്ള ആളുകളല്ല ഇതിൻ്റെ ഈ സംഭവത്തിൽ ദൃശ്യങ്ങളിലേക്ക് വരുന്നത്. ഒന്ന്, ഇന്ത്യൻ പാർലമെൻറ്റിനെ അവിടെ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന 2 പേരാണ് ആ ദൃശ്യങ്ങളിൽ. ഒന്ന് KPCC അധ്യക്ഷൻ സുധാകരൻ, നിലവിലെ പാർലമെന്റേറിയൻ. ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ശബ്ദമാണ് കേട്ടത്. അദ്ദേഹമാണുള്ളത്. അദ്ദേഹം മറ്റൊരു MP. അതായത് ശാസ്ത്രബോധം വളർത്തണമെന്ന് ഭരണഘടന അനുശാസിക്കുന്ന ഒരു ശ്രീകോവിലിൽ അതിൻ്റെ കാവലാളായി ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന 2 വ്യക്തികളാണ് ഈ കൂടോത്രത്തെക്കുറിച്ചും അയ്യോ ഞാൻ രക്ഷപ്പെട്ടല്ലോ, കൂടോത്രം സംഭവിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് ഉണ്ടാവും, ബലഹീനത ഉണ്ടാകുമെന്ന് മറ്റൊരു MP പറഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും എനിക്കതിൽ വിശ്വാസമുണ്ട് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ശബ്ദം കേൾക്കാം. രക്ഷപ്പെട്ടല്ലോ, ജീവൻ പോയില്ലല്ലോ എന്ന് സുധാകരനും പറയുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നോക്കൂ, അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിന്റെ താഴേക്കിടയിൽ മാത്രമാണ്, വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്തവരിൽ മാത്രമാണ് എന്നൊരു പൊതുവായ അഭിപ്രായമുണ്ട്. എന്നാൽ അത് ശരിയല്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണം കൂടിയാണിത്. പലപ്പോഴും ഇത്തരം അന്ധവിശ്വാസങ്ങൾ കുട്ടിക്കാലത്ത് ഉള്ളിൽ കടന്നുകൂടിയ പല ആൾക്കാർ അവർ ഏത് നിലകളിൽ എത്തിയാലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ അവരെ പിന്തുടരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്ക് അതിന്റെ സംസ്ഥാന അധ്യക്ഷനും അതിന്റെ പാർലമെന്റ് അംഗങ്ങൾക്കൊക്കെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസമുണ്ട് എന്ന് അറിയുന്നത് വളരെ ഖേദകരമാണ്. കാരണം കൂടോത്രം പോലെയുള്ള ഒരു അന്ധവിശ്വാസം, വളരെ ബാലിശമായ
ഒരു അന്ധവിശ്വാസം കേരള സമൂഹത്തിൽ നിന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരം വിശ്വാസങ്ങൾ തുടച്ചു നീക്കി എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു അന്ധവിശ്വാസം ഇപ്പോഴും പുലർത്തുന്ന പല ആൾക്കാരും ഉണ്ട് എന്ന് പറയുമ്പോഴും ജനപ്രതിനിധികളായ നമ്മുടെ പാർലമെന്റ് അംഗങ്ങളായ രണ്ടുപേരും എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. എങ്കിലും പറയട്ടെ, ഇത് ഖേദകരമാണ്, ദുഃഖകരമാണ്. നമ്മുടെ സമൂഹത്തിന്റെ വളരെ ഒരു ദുർബലമായ ഒരു വശത്തിലേക്കാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ പ്രചണ്ഡമായ പ്രചരണം ആവശ്യമായിരിക്കുന്ന ഒരു സമയത്താണ് പബ്ലിക് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മട്ടിൽ പെരുമാറുകയും അത് വിശ്വസിക്കുന്നു എന്ന് പുറത്തു വരികയും ചെയ്യുന്നത് വളരെ ദുഃഖകരമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും നമുക്ക് ഇന്ത്യൻ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ സാഹചര്യങ്ങൾ നോക്കൂ. കേരളം ഒരുപാട് മുന്നോട്ട് പോയ ഒരു സംസ്ഥാനമാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരെ പൊരുതി. കാരണം നമുക്ക് വിശ്വസിക്കാം, ഇവിടെ ഈശ്വരവിശ്വാസത്തിന് ഒരു തടസ്സമില്ല. എല്ലാ മതവിശ്വാസങ്ങളും സഹോദരങ്ങളെ പോലെ നിലകൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. ക്രിസ്ത്യാനികൾക്ക് ജീസസിനെ വിശ്വസിക്കാം, മുസ്ലിങ്ങൾക്ക് അവരുടെ ദൈവത്തെ വിശ്വസിക്കാം, അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് അവരുടേതായ ഒരുപാട് ദൈവങ്ങളുണ്ട്, അവരിലൊക്കെ വിശ്വസിക്കാം. പക്ഷേ അപ്പുറത്തേക്ക് ഈ ബാധ ഒഴിപ്പിക്കൽ, കൂടോത്രം, നമ്മൾ കണ്ടല്ലോ അടുത്തിടെ ഒരു നരബലി നടന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെ അന്ധവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധവിശ്വാസം ഒരു പക്ഷേ ഇല്ലായിരിക്കാം. പക്ഷേ ഇക്കാര്യങ്ങളിൽ മുൻപന്തിയിലാണ് മലയാളികൾ എന്ന് പല ഘട്ടങ്ങളിൽ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെ കൂടി നമ്മളിതിനെ, ഈ സംഭവത്തെ കാണേണ്ടതല്ലേ? കാരണം സുധാകരനെ സംബന്ധിച്ചോളം ഞാൻ വീണ്ടും പറയുകയാണ്, സുധാകരൻ ഇക്കാര്യത്തിൽ സുധാകരൻ്റെ പ്രതികരണം ഇന്നലെ വരുമ്പോഴാണ്, സുധാകരൻ ഇതിനേക്ക് ഒരു തമാശയായി ഒരു പക്ഷേ കണ്ടു കളയുമെന്നാണ് വിചാരിച്ചത്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പോലെയുള്ള വളരെ പരമപ്രധാനമായിട്ടുള്ള നെഹ്റുവിൻ്റെ പിന്മുറക്കാർ എന്നുള്ളതാണ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു നേതാവ് പറയണം എൻ്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയണം. മാത്രവുമല്ല ശ്രീ സനൽ ഇടമറുക, കാരണം കഴിഞ്ഞ ഒരു മാസം മുൻപാണ് DK ശിവകുമാർ എന്ന കർണാടകയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, സിദ്ധരാമയ്യക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കേരളത്തിൽ മൃഗബലി നടന്നു എന്ന് പറയുകയാണ്. എൻ്റെ കയ്യിൽ ചരടുണ്ടല്ലോ, ചരട് എന്നെ രക്ഷിച്ചോളും എന്ന് കോൺഗ്രസിൻ്റെ മറ്റൊരു മുതിർന്ന നേതാവ് പറയണം. അപ്പോൾ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അങ്ങനെ ഒരു പൊതുബോധം ഇക്കാര്യത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് ഖേദകരമല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ രൂഢമൂലമായി വിശ്വസിക്കുന്ന ആൾക്കാർ, ഇത്തരം വളരെ കഠിനമായ ഒരു വിശ്വാസമാണല്ലോ ഇത് കൂടോത്രം കൊണ്ട് ഫലമുണ്ടാകും, അതുകൊണ്ട് എനിക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്നൊരാൾ പറയുമ്പോൾ സൈക്കോസൊമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ തോന്നിയെന്ന് വരാം. അത്തരം വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാവുന്ന ഒരു കുഴപ്പം, സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നതിന് വളരെ ക്രിയാത്മകമായിട്ടും ശാസ്ത്രീയമായിട്ടും ഒക്കെ കാണേണ്ട ആൾക്കാര് ഇത്തരം അന്ധവിശ്വാസങ്ങളെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവരെ ഒരു ഗൗരവത്തോടു കൂടി കാണുന്നതിന് ഒരു സമൂഹത്തിന് എന്തുമാത്രം ശങ്ക ഉണ്ടാകേണ്ടി വരും എന്നുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. കാരണം വളരെ ബാലിശ്യമായ ഒരു തരത്തിലും ഒരാൾ ദൈവവിശ്വാസിയായിരിക്കുന്നു, അതിനോട് ഞാൻ ദൈവവിശ്വാസിയല്ല, പക്ഷെ ഒരാളുടെ ദൈവവിശ്വാസമോ അല്ലെങ്കിൽ ആരാധന നടത്തുന്നതോ ഒക്കെ തന്നെ അവരുടേതായ വിശ്വാസമാണെന്ന് പറയാം. പക്ഷെ ഇത്തരം ഒരു അന്ധവിശ്വാസം, ഇത്തരം ബാലിശ്യമായ കൂടോത്രം, മന്ത്രവാദം തുടങ്ങിയ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ചെല്ലുന്നു, അതിന് വിധേയരാകുന്നു എന്ന് പറയുന്നത് വളരെ ഖേദകരമായ അവസ്ഥയാണ്, വളരെ ഷോക്കിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായും ഒരു കാര്യം, കാരണം നേരത്തെ ആദ്യമൊക്കെ ഈ മതങ്ങളോട് ചേർത്ത് വായിച്ചൊക്കെ ഇത്തരം കാര്യങ്ങളെ കൊണ്ടുപോയതാണ്. ആ സമയങ്ങളിൽ അതിൽ നിന്നൊക്കെ അതാത് മതങ്ങൾ പോലും ചിന്തിച്ചു തുടങ്ങിയിരുന്നു മതപരമായി. ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ച പിൽക്കാലങ്ങളിൽ ഒരുപാട് മതപണ്ഡിതന്മാർ അതെല്ലാ മതങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത്തരം അനാചാരങ്ങളെ തൂത്തെറിയുന്നതിന് വേണ്ടി നിലകൊണ്ട ആളുകളാണ്. അവിടെയും ഇതിനൊക്കെ ഒരു പ്രസക്തി കൈവരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അതിനെ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഇതിന് മതപരമായ രീതിയിൽ ചേർത്ത് വായിച്ചവരുണ്ടായിരുന്നു, അവർ തന്നെ ഇതിനെ പിണ്ഡം വെച്ച് കളഞ്ഞു, പടിക്ക് പുറത്ത് കളഞ്ഞതൊക്കെയാണ്. ആ നിലയ്ക്ക് ഇന്നലത്തെ ഈ ദൃശ്യം കണ്ടപ്പോൾ താങ്കൾക്ക് തോന്നിയത് എന്താണ്? ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം കേട്ടപ്പോഴാണ്. മാത്രമല്ല ഇത് കോൺഗ്രസിലെ കൂടി ഒരു അപജയത്തിൻ്റെതാണോ? പിന്നീട് പറയുന്നുണ്ട് നമുക്ക് DCC ഓഫീസിൽ കൂടി ഒന്ന് പരിശോധന നടത്തണം എന്ന്. അവിടെയുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട, സുധാകരനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. നമുക്ക് ഇനിയുള്ള മറ്റ് തകിടുകളോ ഇത്തരത്തിലുള്ള രൂപങ്ങളോ ഒക്കെ ഇനി DCC ഓഫീസിൽ മറ്റോ കൊണ്ടുവച്ചാലോ എന്ന് കൂടി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി താങ്കൾക്കൊന്ന് ഓർത്തു നോക്കൂ. തീർച്ചയായിട്ടും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഞാൻ ഓർക്കണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന ഉമാഭാരതി, അവർക്കെതിരെ ആരോ ദുർമന്ത്രവാദം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ഖണ്ഡിക്കാനായിട്ട് ഒരു ഹിന്ദി ടെലിവിഷൻ ചാനലിൽ പോയപ്പോൾ
അത് ഫലിക്കുമെന്ന് പറഞ്ഞ ഒരു ദുർമന്ത്രവാദിയുടെ മുന്നിൽ എങ്കിൽ ആ മന്ത്രവാദം ചെയ്ത് തന്നെ കൊന്നു കാണിക്കൂ എന്ന് ഞാൻ അന്ന് വെല്ലുവിളിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു പഴയ കഥയായിട്ട് ചില ആൾക്കാരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, ഈ കൂടോത്രം പോലത്തെ സംഗതികൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര്, ഇത് വളരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. ജ്യോത്സ്യൻ ഒന്ന് പറയുക, ജ്യോത്സ്യൻ പറയുന്നതനുസരിച്ച് പൂജാരി പറയുക, അതല്ലെങ്കിൽ നേരത്തെ കൊണ്ട് കുഴിച്ചിടുന്ന ഒരു കൂടോത്രം എടുത്ത് കാണിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള തലത്തിലുള്ള അന്ധവിശ്വാസമാണ്. താങ്കൾ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് മതവിശ്വാസവുമായിട്ടോ ഒരാളുടെ ആത്മീയ ജീവിതവുമായിട്ടോ ബന്ധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് രണ്ടും രണ്ടാണ്. കാരണം ഈ മതത്തിൽ ഒരാൾ വിശ്വസിക്കുമ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങൾ അവരുടെ കൂടെ കൊണ്ടുപോകണമെന്നില്ല. ഒരു പൊതുവായിട്ട് ഒരു കൾച്ചറൽ റിലീജിയന്റെ പാർട്ടായിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ പെട്ടുപോകുന്ന ആൾക്കാരല്ല. എന്നാൽ മതത്തിന് വെളിയിൽ വന്ന ആൾക്കാർക്ക് പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരാം. ഇത് രണ്ടും രണ്ടാണ് സംഗതി. ഒന്ന് ഒരു കൾച്ചറൽ ഐഡന്റിറ്റിയാണ്, മറുവശത്ത് ഈ ഏത് കാര്യത്തിലും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാനുള്ള ഒരു മാനസികാവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്ന സംഗതിയാണ് കൂടോത്രം, മന്ത്രവാദം, അതല്ലെങ്കിൽ ദുർനിമിത്തങ്ങൾ, കരിനാക്ക്, ഈ തുടങ്ങിയ ബാലിശമായ അന്ധവിശ്വാസങ്ങളിൽ വളരെ വേഗം കീഴ്പ്പെട്ടു പോകുന്ന ഒരു മനസ്ഥിതിയാണ് ഇതിനകത്തെ പ്രശ്നം. അത്തരം ഒരു മനസ്ഥിതിയുള്ള ആൾക്കാർ ക്ഷിപ്രവിശ്വാസശീലികൾ, ഗല്ലിബിലിറ്റിയുള്ള ആൾക്കാർ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ ആ അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് ഖേദകരമാണ്. എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് വിദ്യാഭ്യാസത്തിന് മാത്രം പ്രശ്നമല്ല, അർബൻ റൂറൽ പ്രശ്നമല്ല. എല്ലാ തലത്തിലും നമ്മളൊരു ക്രോസ് സെക്ഷൻ സമൂഹത്തിലെടുത്താൽ എല്ലാ തലത്തിലും ഈ വളരെ വേഗം എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്ന ക്ഷിപ്രവിശ്വാസികളായ ആൾക്കാർ എല്ലാ തലത്തിലുമുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർക്കിടയിൽ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാരുടെ ഇടയിൽ ഇത്തരം വിശ്വാസങ്ങൾക്ക് കൂടുതൽ അംഗീകാരം അവരുടെ ഉള്ളിൽ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റിയിൽ നിന്നുള്ള ഒരു പിടി ആണ് പലപ്പോഴും ഇത്തരം വിശ്വാസങ്ങളിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇത് ഒരു വളരെ ഗൗരവമായ ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ അന്ധവിശ്വാസം നിർമ്മാർജ്ജന. പക്ഷേ ശ്രീ സനൽ ഇടമുറുക, താങ്കൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഈ താങ്കളുടെ സുഹൃത്താണ് ഉണ്ണിത്താനും കെ സുധാകരനും എന്നൊക്കെ. തീർച്ചയായും അവിടെയാണ് ഈ കോൺഗ്രസിലെ കൂടി ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ബാലകൃഷ്ണൻ പെരിയ, താങ്കൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, അവിടുത്തെ കാസർഗോഡ് ഒരു നേതാവ് ഇപ്പോൾ പുറത്തുപോയി. അദ്ദേഹം പറയുന്ന ഈ ഉണ്ണിത്താൻ ഇത്തരത്തിലുള്ള പരിപാടികൾ നേരത്തെ ഉണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിൻ്റെ ആളാണ്, ഈ കൂടോത്രത്തിൻ്റെയൊക്കെ അതിൽ ഭയങ്കര വിശ്വാസമാണ്. ഈ ദൃശ്യങ്ങളിലും അദ്ദേഹം പറയുന്നുണ്ട്, ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് ഒരു മന്ത്രവാദിയെ കൊണ്ട് ഈ കെ സുധാകരൻ്റെ വീട്ടിലേക്ക് പോയതും എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവരൊക്കെ എന്തുകൊണ്ടാണ്? കാരണം നല്ല ദൈവവിശ്വാസി എന്നുള്ള നിലയിൽ ഉണ്ണിത്താനെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ശബരിമലയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അംഗീകരിക്കുക. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ ഒരു വശം കൂടിയുണ്ട്. അതിൽ ആ ദൃശ്യങ്ങളിൽ പറയുകയാണ്, എനിക്ക് ഇതിൽ വിശ്വാസമുണ്ട് കൂടുപാത്രത്തിൽ എന്ന് പറയുമ്പോൾ ഈ പൊതുസമൂഹത്തിലേക്ക് മുന്നിലേക്ക് ഒരു MP പറയുകയാണ് ഈ അനാചാരങ്ങളെ തൂത്തെറിഞ്ഞ അത്തരം നിയമങ്ങൾ പോലും രാജ്യത്ത് മഹാരാഷ്ട്രയടക്കം അറിയാമല്ലോ, ഈ സംസ്ഥാന ഈ നിയമങ്ങൾ, അന്ധവിശ്വാസത്തിനെതിരായ നിയമങ്ങൾ തുടക്കമിട്ടത് തന്നെ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ഉൾപ്പെടെയാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MP പറയുമ്പോൾ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി പറഞ്ഞാൽ. വളരെ വളരെ ഗൗരവമുള്ള മറ്റൊരു വശം കൂടി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ ഇപ്പൊ മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബിൽ ഉണ്ടാക്കുന്നതിന് ശ്രമിച്ച നരേന്ദ്ര ദാബോൽക്കർക്ക് സ്വന്തം ജീവൻ അതിന് ബലി കൊടുക്കേണ്ടി വന്നു. മറ്റൊരു സംസ്ഥാനം, 1-2 സംസ്ഥാനത്ത് കൂടി അത്തരം ബില്ലുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോഴും നമുക്കൊരു അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ലില്ല. അത്തരം ഒരു ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരാൾ കോൺഗ്രസിന്റെ തന്നെ ഒരു നേതാവായിരുന്ന PT തോമസ് ആയിരുന്നു. അദ്ദേഹം ഒരു പ്രൈവറ്റ് ബിൽ കൊണ്ടുവരാൻ പോലും ശ്രമിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വിധേയമാകുന്നത് എന്ന് കേൾക്കുന്നത് ഇതൊരു വിഷമം ഉണ്ടാക്കുക മാത്രമല്ല, ഞെട്ടലുളവാക്കുന്ന ഒരു സംഗതിയാണ്. ദിസ് ഹാസ് ടു ബി കറക്റ്റഡ്. ദിസ് ഹാസ് ടു ബി ഒരു വലിയൊരു എഡ്യൂക്കേഷൻ പ്രോസസ് നമ്മുടെ സമൂഹത്തിൽ ആകെ കടന്നു ചെല്ലേണ്ടതുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും സമൂഹത്തിലെ ഉന്നത തലത്തിലുള്ള ആൾക്കാർക്കും ഒക്കെയുള്ള ഇത്തരം അന്ധവിശ്വാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ തന്നെ നമുക്ക് നടത്തേണ്ട ആവശ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല ശ്രീ സനൽ, അതിൽ വ്യാപ്തിയുമുണ്ടല്ലോ. കാരണം ഇങ്ങനെ സുധാകരനെ തകർക്കാം എന്ന് ചിന്തിക്കുന്ന ഈ കൂടുപാത്രത്തിൻ്റെ എന്ന് പറയുന്ന, നമുക്കൊന്നും തന്നെ വിശ്വാസമില്ല, പക്ഷെ പറയാ അതിനകത്ത് അങ്ങനെയൊക്കെ ഈ രൂപങ്ങളൊക്കെ കൊണ്ടിട്ടാൽ സുധാകരൻ അങ്ങ് തകർന്നു പോകുന്ന വിശ്വസിക്കുന്ന ഒരു വലിയൊരു കോൺഗ്രസിലെ കൂടെ അപജയത്തിൻ്റെ ഒരു പ്രശ്നമാണ്, ഗ്രൂപ്പിൻ്റെ ഒക്കെ പ്രശ്നം കൂടിയായിട്ട് ഇതിനെ കാണാമല്ലോ. മന്ത്രവാദത്തിനും കൂടോത്രത്തിനുമുള്ള 2 പ്രധാനപ്പെട്ട മേഖലകൾ, ആൾക്കാർക്ക് താല്പര്യമുള്ള ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഈ മേഖലയിലെ 2 കാര്യങ്ങൾ, ഒന്ന് ശത്രു സംഹാരവും 2 വശീകരണവുമാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഈ താന്ത്രികന്മാർക്കെതിരായിട്ട് ഡൽഹി പോലീസ് ഒരു കാലത്ത് ഒരു വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതിന്റെ ഒരു മുഴുവൻ ആൾക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ എന്റെയും സഹായം ആ കാലത്തിൽ അവർ നേടിയിരുന്നു. അപ്പൊ ആ കാലത്ത് പഠിച്ചപ്പോൾ കണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ശത്രുക്കളെ
അമർച്ച ചെയ്യുക, അല്ലെങ്കിൽ ശത്രുവിന് ദോഷമുണ്ടാക്കുക, അവരെ സംഹരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി. മറുവശത്ത് മറ്റാൾക്കാരെ വശീകരിക്കാൻ പറ്റുക, അത് പ്രണയമാകാം, അല്ലെങ്കിൽ അവരെ മിത്രങ്ങളാക്കാനുള്ള ശ്രമമാകാം. ഇത് രണ്ടുമാണ് പലപ്പോഴും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നത്. അതിനു വേണ്ടിയിട്ട് സൂത്രപ്പണികൾ ചെയ്യുക എന്ന, അല്ലെങ്കിൽ മാജിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടും എന്ന് പറയുന്ന ഒരു വിശ്വാസമാണ് ഇതിന്റെ ആധാരം എന്ന് പറയുന്നത്. ദി മോമെന്റ് യു ബിലീവ് ഇൻ ഇറ്റ്, നിങ്ങൾ ദുർബലനായി തീരുകയാണ്, നിങ്ങൾ ശക്തിയില്ലാത്ത ആൾക്കാരെ തീരുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ കുറിച്ചുള്ള ബോധമില്ലാണ്ടായി തീരുകയാണ്. സ്വന്തം കഴിവിനെ കുറിച്ച് ബോധമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ മനഃശാസ്ത്രപരമായി പോലും ബാധിക്കുകയില്ല എന്ന് പറയുന്ന ആർജവബോധം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കാൻ പറ്റുക എന്ന് അദ്ദേഹത്തോട് സ്നേഹബുദ്ധിയാ തന്നെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവസാനമായി തീർച്ചയായും ശ്രീ സനൽ ഇടമുറുക്, ഇവിടെ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന് ഈ രാജ്യം വിടേണ്ടി വന്ന ആളാണ് താങ്കൾ. ഫിൻലാൻഡിൽ പോയി അഭയം തേടിയിരിക്കുകയാണ്. കാരണം 1-2 മാസം മുമ്പ് മാതൃഭൂമി ഞങ്ങളുടെ ആഴ്ചപ്പതിപ്പിൽ അങ്ങയെക്കുറിച്ച് വളരെ വിശദമായി അങ്ങ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് ഞാൻ വായിച്ചു. അപ്പോൾ ഒരു പരുവപ്പെട്ട ഒരിടമായി ഫിൻലാൻഡ് താങ്കൾ സ്വീകരിക്കുമ്പോൾ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ കൂടി ലോകത്തിൻ്റെ ഒരു കോണ്ടസ്റ്റിൽ, ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ വെച്ച് കാണുമ്പോൾ താങ്കൾക്ക് കേരളമടക്കമുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ, കാരണം ഇപ്പോൾ 5ാമത്തെ ലോകശക്തിയായി ഇന്ത്യ മാറുന്നു എന്ന് പറയപ്പെടുന്നു. ഒപ്പം എല്ലാ മേഖലകളിലും നമുക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ തന്നെ ഉയർച്ചയുണ്ട്. അങ്ങനെയൊക്കെ ഒരു ലോകത്തിൻ്റെ കോണ്ടസ്റ്റിൽ വെച്ച് വായിച്ചാൽ എങ്ങനെയാണ്? നോക്കൂ, ഞാൻ ഫിൻലൻഡിലാണ് ഇപ്പോൾ സ്ഥിര താമസമെങ്കിലും ഞാൻ ദൈനംദിന കാര്യങ്ങളിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനും പൊതുജനങ്ങളോട് സംവദിക്കാനും നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ ഹത്റസിലെ പ്രശ്നം വന്നപ്പോൾ ഞാനത് ഇംഗ്ലീഷ് ചാനലുകളിലും ഹിന്ദി ചാനലുകളിലും ഒക്കെ അതേക്കുറിച്ച് ഞാൻ സജീവമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇന്ത്യയിലെ പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ട് അല്ല കാണുന്നത്. എൻ്റെ ജീവന് സുരക്ഷയുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്, ഞാൻ എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ ജീവിതമാണ് പ്രധാനം എന്നുള്ളത് കൊണ്ട് ഞാൻ യൂറോപ്പിൽ താമസിക്കുന്നുവെങ്കിൽ ഇന്ത്യൻ പ്രശ്നങ്ങളുമായി നിരന്തരമായി ഇടപെട്ടുകൊണ്ടും പ്രതികരിച്ചുകൊണ്ടും തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇനി രണ്ടാമത്തെ പ്രശ്നം, യൂറോപ്പിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ഒരുപാട് മുക്തമായ രാജ്യങ്ങളാണ്. ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം നോക്കി, ഇതൊക്കെ ചെറിയ രാജ്യങ്ങളാണ്, വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത്, അവിടെ ലോകത്തിലെ തന്നെ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിൽ ഒരു വലിയ ശതമാനം ആൾക്കാർ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് വിധേയരായിട്ടാണ് ജീവിക്കുന്നത്. അവരെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റാവുന്ന അവസ്ഥയിലാണ് അവർ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ഒരു സമൂഹത്തിന്, ഇന്ത്യ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ ശക്തി നേടുമ്പോൾ ദുർബല മനസ്കരായ അന്ധവിശ്വാസികളായ ഒരു വലിയ ജനസഞ്ചയമാണ് അവിടെ ഉള്ളതെങ്കിൽ അതിന് ചില ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കുക എന്നതും ഒരു രാഷ്ട്രത്തിന്റെ ശക്തി നിർമ്മാണത്തിന് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, വളരെ ഗൗരവമായി കാണേണ്ട സംഗതിയാണ്. അത് നമ്മുടെ ഭരണതലത്തിലും സമൂഹത്തിലും ഒക്കെ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു യുക്തിവാദികളോ സ്വതന്ത്ര ചിന്തകരോ ഒക്കെ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയല്ല. ഈ മതങ്ങൾക്കുള്ളിൽ തന്നെയുള്ള പുരോഗമനവാദികളായ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് എതിരായി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ, കേരളത്തിന്റെ നവോത്ഥാന ശില്പിയായ നാരായണഗുരു ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് എത്ര ശക്തമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയ ആൾക്കാർ എത്ര ശക്തമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അത്തരം ഒരു പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരുപക്ഷെ മതങ്ങൾക്കുള്ളിലെ നവീകരണവാദികളും അവിടെയുള്ള പുരോഗമനവാദികളും ഇത്തരം കാര്യങ്ങളിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന റാഷണലിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരും കൂടി ഒരു കൂട്ടുമുന്നണി പോലെ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഒരു പൊതുശ്രമം തന്നെ വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തീർച്ചയായും വളരെ നന്ദി ശ്രീ സനൽ ഇടമുറുക്. താങ്കൾ ഒരുപാട് സമയം ചെലവഴിച്ചുകൊണ്ട് താങ്കളുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ പറഞ്ഞത്. എന്തായാലും സനൽ ഇടമുറുക് അടക്കം പറയുന്നത് പോലെ ഇതൊരു സുധാകരൻ്റെ മാത്രം വിഷയമല്ല. സുധാകരൻ എന്ന വ്യക്തി സാധാരണക്കാരനൊരു ഒരു നിലവാരത്തിലുള്ള, അല്ലെങ്കിൽ ആ നിലയിലല്ല ഇതിനെ കാണേണ്ടത്. അദ്ദേഹം ഒരു MP ആണ്, ഒരു പാർലമെന്റേറിയനാണ്. മാത്രമല്ല ഭരണഘടന അനുശാസിക്കുന്ന ശാസ്ത്രബോധത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘോഷിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ് കൂടാത്രം പോലെയുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അനാചാരം എന്ന് നമ്മൾ എഴുതിത്തള്ളിയ അത്തരം സാഹചര്യങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ, ഒപ്പം കൂടെ രാജ്മോഹൻ ഉണ്ണിത്താനും കൂടി ഇത്തരത്തിൽ ഏറ്റുപറയുന്നുണ്ട്. കുടുംബത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കൗതുകവും ആശ്ചര്യവും ഒക്കെ തോന്നുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും ആളെ വിടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു. ജാള്യത കൊണ്ടായിരിക്കാം, അതല്ല ഈ വിഷയം ഒരു വാദമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത സനൽ ഇടമുറുക്.